ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഈ പുതുവത്സരം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉള്ളതായി തീരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ മനോഹരമായ ഒരു ഗ്രാമം, ശാന്തമായി ഒഴുകുന്ന ഒരു വലിയ പുഴ ആ ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റേകുന്നുണ്ട്. ഒരു കാലവർഷക്കാലത്ത് ദീർഘനാൾ നീണ്ടുനിന്ന പേമാരി ആ നദി കര കവിഞ്ഞ് ഒഴുകുന്നതിന് ഇടയാക്കി. ആ നദിയുടെ ഇരു കരകളിലും വസിക്കുന്നവർക്ക് വളരെയേറെ നാശനഷ്ടങ്ങൾ, അനർത്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ജലപ്രവാഹം കടന്നു പോകുന്നത്. അതിശക്തമായ ആ ജലപ്രവാഹം വീക്ഷിച്ച് നദിയുടെ ഇരു കരകളിലും ധാരാളം ജനങ്ങൾ കൂടി നിൽപ്പുണ്ട്. പല വസ്തുക്കളും ആ നദിയിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട്. അവയുടെ കൂടെ ഒരു മനോഹരമായ കറുത്ത കരിമ്പടവും അത് ഒഴുകിപ്പോകുന്നു. ആരുടെയെങ്കിലും വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു കരിമ്പടമാകാം അത്. നദിയുടെ തീരത്ത് നിന്ന ഒരു സാഹസികനായ യുവാവിന്റെ ശ്രദ്ധയിൽ ആ കരിമ്പടം പെട്ടു. ആ മനോഹരമായ കരിമ്പടം തനിക്ക് സ്വന്തമാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ നദിയിലേക്ക് ചാടുവാൻ തുടങ്ങി. നദിയിൽ ചാടുവാൻ തുടങ്ങിയ അവനെ സമീപത്ത് നിന്നവർ വിലക്കി. ഒഴുക്ക് അതിശക്തമാണ്. നദിക്ക് കലി കയറിയ പ്രതീതി. ആ നദിക്ക് നല്ല ആഴവും പരപ്പുമുണ്ട്. കൂടാതെ പലയിടത്തും ചുഴികളും ഉള്ളതാണ്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി അവനെ അപകടകരമായ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ മറ്റുള്ളവരെല്ലാവരും ശ്രമിച്ചു. യുവാവാകട്ടെ അവയെല്ലാം അവഗണിച്ച് നദിയിലേക്ക് എടുത്തു ചാടി. അവന് തൻ്റെ കഴിവിലും സാമർഥ്യത്തിലും കരുത്തിലുമൊക്കെ ഏറെ വിശ്വാസമുണ്ടായിരുന്നു. നീന്തി തുടിച്ച് അവൻ ആ കരിമ്പടത്തിനടുത്തെത്തി. അവൻ അതിനെ പിടിക്കുന്നതിന് മുമ്പ് അത് അവനെ പിടികൂടി. അത് ഒരു കരിമ്പടമല്ലായിരുന്നു, ഒഴുക്കിൽപ്പെട്ടു വന്ന ഒരു വലിയ കരടിയായിരുന്നു അത്. കരടിയുടെ പിടിയിൽപ്പെട്ട ആ യുവാവ് ഉച്ചത്തിൽ അലറി, രക്ഷിക്കണേ, രക്ഷിക്കണേ. കരയ്ക്ക് നിന്നവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അവർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് എന്തിനാണ് നീ വിളിച്ച് അലറുന്നത്? നിനക്ക് ആ കരിമ്പടം ഉപേക്ഷിച്ച് മടങ്ങിയാൽ പോരെ? അവൻ പരിഭ്രാന്തിയോടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഒരു കരിമ്പടമല്ല, ഒരു വലിയ കരടിയാണ്. ഇതെന്നെ പിടികൂടിയിരിക്കുകയാണ്, വിടുന്നില്ല എന്ന്. കരയ്ക്ക് നിന്നപ്പോൾ കരടിയുടെ ശരീരം മനോഹരമായ കരിമ്പടം പോലെ തോന്നി. പക്ഷേ ഇപ്പോൾ ആർക്കും അവനെ സഹായിക്കാനാകാത്ത അവസ്ഥയാണ്. ആ സാഹസികനായ യുവാവിന് കരടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. അവന്റെ കഥ കഴിഞ്ഞു. ഈ സംഭവം നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, മുതിർന്നവർക്ക് ഒക്കെ വളരെ വിലയേറിയ ജീവിത പാഠം പകർന്നു നൽകുന്നുണ്ട്. ആ സാഹസികനായ യുവാവിന് സംഭവിച്ച ആ കാര്യം നമ്മുടെ സമൂഹത്തിലെ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. നൈമിഷികമായ സുഖാനുഭൂതി പകർന്നു നൽകുന്ന മയക്കുമരുന്നിന്, ഡ്രഗിന് അഡിക്റ്റ് ആയാൽ അത് ആ സാഹസികനായ യുവാവിനെ കരടി വരിഞ്ഞു മുറുക്കിയതുപോലെ നമ്മെ പിടിമുറുക്കും. അതിൽ നിന്നും രക്ഷപ്പെടാനാകാതെ അത് നമ്മെ സർവനാശത്തിലേക്ക് നയിക്കും. മത്സര പരീക്ഷകളിൽ ജയിച്ച് പ്രൊഫഷണൽ കോളേജിൽ നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച ഒരു മിടുക്കനായ വിദ്യാർത്ഥി ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മയക്കുമരുന്നിന് അടിമയായി തീർന്ന് അതിന്റെ അനന്തരഫലമായി ഉണ്ടായ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് പഠനം പൂർത്തിയാക്കാനാകാതെ ഏറെ വേദനകൾ സഹിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ആ പേരൻസിന്റെ ഏക മകനായിരുന്നു ആ മിടുക്കനായ വിദ്യാർത്ഥി. ഏറെ ദുഃഖിതരായ, നിരാശയ്ക്ക് കീഴ്പ്പെട്ട ആ പേരൻസിന് കൗൺസിലിംഗ് കൊടുക്കേണ്ട അവസ്ഥ എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ഉദാഹരണം മാത്രം. ഇത്തരം ധാരാളം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഉപദേശം ഒട്ടും ഇഷ്ടമല്ല. ഉപദേശങ്ങൾ കേട്ടില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മറ്റു പലരുടെയും ദുരനുഭവങ്ങൾ, ദുരന്തങ്ങൾ എല്ലാവർക്കും ജീവിത പാഠങ്ങൾ ആയി മാറേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ മഹത്തായ ഈ ജീവിതം ഓരോ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളവയാണ്. നമ്മുടെയൊക്കെ ലൈഫ് പർപ്പസ് കണ്ടെത്തി അവയൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന, അവയൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു മനോഹരമായ ജീവിതമാണ് നാം എല്ലാവരും ഇവിടെ നയിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതയാത്ര ലക്ഷ്യം തെറ്റിക്കുവാനും ഇടയ്ക്ക് വെച്ച് അവസാനിച്ചു പോകാനും ഒക്കെ ഇടയാക്കുന്നവയാണ് ഡ്രഗ് അഡിക്ഷനുകൾ. പുറമെ ആകർഷണമായി തോന്നുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നല്ല മനോഹരമായിരിക്കുന്നവ ആയിരിക്കില്ല.
ശാന്തമായി ഒഴുകുന്ന, മനോഹരമായി ഒഴുകുന്ന പുഴകൾ പോലും അവയുടെ ഉള്ളിൽ ചുഴികൾ, മരണക്കയങ്ങൾ ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ മനോഹരമായ കരിമ്പടത്തിൽ ആകൃഷ്ടനായി തീർന്ന ആ വ്യക്തിയുടെ ജീവിതാനുഭവം എല്ലായ്പ്പോഴും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കുന്നത് ഏറെ നല്ലതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നാം വഴിതെറ്റി നമ്മുടെ പേരൻസിന്, റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന്, സമൂഹത്തിനൊക്കെ വേദന സമ്മാനിക്കുകയില്ല എന്ന് ഈ പുതുവർഷത്തിൽ നമുക്ക് ഉറച്ച ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾക്ക് മുൻപിൽ, നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ പ്രലോഭനങ്ങൾ വഴിമാറും. നമ്മെ ഇക്കാര്യങ്ങളിൽ പ്രലോഭിപ്പിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ശക്തമായി തന്നെ നോ എന്ന് പറയുവാനുള്ള ആർജവത്വം നാം എല്ലാവരും കാണിക്കണം. ഇത്തരം ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും നാം എല്ലാവരും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഏറെ ഫ്രണ്ട്സ് വേണമെന്നില്ല, പക്ഷേ ഉള്ള കൂട്ടുകാർ നല്ലവരായിരിക്കണം എന്ന് നാം എല്ലായ്പ്പോഴും ശ്രദ്ധയിൽ വയ്ക്കേണ്ടതുണ്ട്. ചീത്ത കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും പലരുടെയും നാശത്തിന്, തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. പലരും ഒരു തമാശയ്ക്കായാണ് മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ചു തുടങ്ങുന്നത്. പക്ഷേ അതിൽ നിന്നുള്ള മോചനം അത്ര എളുപ്പമായിരിക്കില്ല. ഓരോ പുതിയ പ്രഭാതങ്ങളും ഓരോ പുതിയ തുടക്കങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഓരോ പുതുവത്സരങ്ങളും. ഈ പുതുവർഷാരംഭത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ഉറച്ച തീരുമാനമെടുക്കാം. എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ മഹത്തായ ജീവിതം ഞാൻ നശിപ്പിച്ചു കളയില്ല. ഞാൻ എൻ്റെ പേരൻസിനും, റിലേറ്റീവ്സിനും, ഫ്രണ്ട്സിനും ഒന്നും ഒരിക്കലും ഒരു അപമാനമായി മാറുകയില്ല. അവർക്ക് ഞാൻ വേദനയേകുകയില്ല. അതിനു പകരം എൻ്റെ ജീവിതം ഞാൻ സാർത്ഥകമാക്കി മാറ്റും. ഞാൻ എൻ്റെ പേരൻസിനും, റിലേറ്റീവ്സിനും, ഫ്രണ്ട്സിനും, സമൂഹത്തിനുമെല്ലാം ഏറെ അഭിമാനമായി മാറും എന്ന് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നും ലൈക്സ്, കമന്റ്സ് തുടങ്ങിയവ രേഖപ്പെടുത്തണമെന്നും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിലേക്കും ലൈഫ് കോച്ചിങ്ങിലേക്കും പേഴ്സണൽ കോച്ചിങ്ങിലേക്കും ഒക്കെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എറണാകുളത്തുള്ള ഞങ്ങളുടെ ഓഫീസിൽ പേഴ്സണൽ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ലഭ്യമാണ്. ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ചതിന് നിങ്ങൾക്കുള്ള നന്ദി പറയുകയാണ്, നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലസ്ഡ്. Thank you.